ഞാൻ യൂട്യൂബിലൊക്കെ ഇങ്ങനെ വീഡിയോ ഇട്ട് തുടങ്ങിയിട്ട് വളരെ കുറച്ച് കാലമായിട്ടുള്ളൂ, ഒരു 1.5-2 കൊല്ലമായിട്ടേ ഉള്ളൂ. അതിന് മുമ്പും സോഷ്യൽ മീഡിയയിൽ ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് കാലം ആക്റ്റീവായിരുന്നു, പിന്നെ അതിന് മുമ്പ് ടിക്ടോക്കിൽ. അതിന് മുമ്പൊന്നും എനിക്ക് ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിനകത്ത് അത്ര എന്താ പറയുക വലിയ പരിചയമൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ എൻ്റെ ലൈഫ് വന്ന് നിൽക്കുന്നത് യൂട്യൂബ് എന്ന് പറഞ്ഞ ഈ പ്ലാറ്റ്ഫോമിനകത്തുനിന്ന് ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡാണ്. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എൻ്റെ ലൈഫ് ഭയങ്കരമായിട്ട് മാറി. ഞാൻ ആസ് എ യൂട്യൂബർ ഭയങ്കര പ്രൗഡാണ്. സോഷ്യൽ മീഡിയയിൽ എന്താ പറയുക 24/7 അതിൽ എന്താ പറയുക അരി മേടിക്കാൻ വേണ്ടി പെറ്റ് കിടക്കുന്ന ജീവി എന്നുള്ള നിലയ്ക്കും ഐ എം വെരി സാറ്റിസ്ഫൈഡ്. ഇതൊരു വളരെ സ്പെഷ്യൽ വീഡിയോ ആണ്. ആൻഡ് ഈ വീഡിയോ ഈസ് അബൌട്ട് KL ബ്രോ, നമ്മുടെ ബിജു ബ്രോൻ്റെ ചാനൽ. KL ബിജു ബ്രോ അദ്ദേഹത്തിൻ്റെ ഫാമിലിയൊക്കെ ആയിട്ട് അങ്ങേര് തുടങ്ങിയ ഒരു ചാനലടി ഏഷ്യയിലെ എന്താ പറയുക, ഞാൻ വലിയ കമ്പനികളുടെ അല്ലെങ്കിൽ വലിയ കോർപ്പറേറ്റ്സിൻ്റെ ചാനലുകളെയല്ല പറയുന്നത്, ടി സീരീസ് പോലെ ഒരു ഇൻഡിവിജ്വലിൻ്റെ ചാനൽ. എനിക്ക് തോന്നുന്നത് ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ചാനൽ ഇപ്പോൾ നമ്മുടെ KL ബ്രോൻ്റെ ചാനലാണ്, ബിജു ബ്രോൻ്റെ ചാനലാണ്. ഞാൻ ഇതിന് മുമ്പൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ്, അതായത് ഇഫ് ഐ എം നോട്ട് റോങ് January 4th 2023. അന്ന് KL ബ്രോ 10 മില്യൺ അടിച്ചിട്ടുണ്ട്. നമുക്ക് ഒരുപാട് മില്യണുള്ള ചാനലുകളുണ്ട്. നമ്മളെ ഫിറോസ് ഭായ് ഉണ്ട്, M4 ടെക് ഉണ്ട്, നമുക്ക് ഒരുപാട് ചാനലുകൾ നമുക്കുണ്ട്. അപ്പോൾ അത് കേരളത്തിലെ നമ്പർ 1 അല്ല, ഇന്ത്യയിലെ നമ്പർ 1 നിങ്ങൾ വിട്ടോ. കാരിമിനാട്ടിനെയും വെട്ടിച്ചു. ഏഷ്യയിലെ ഒരു സിംഗിൾ ഇൻഡിവിജ്വൽ ഹാൻഡിൽ ചെയ്യുന്ന ദ ബിഗ്ഗസ്റ്റ് ചാനൽ അതാണിപ്പോൾ നമ്മുടെ KL ബ്രോൻ്റെ ചാനൽ. ആൻഡ് ഇറ്റ്സ് അബൌട്ട് 41.6 മില്യൺ സബ്സ്ക്രൈബേഴ്സ്. എനിക്കറിയില്ല എന്തുകൊണ്ട് ന്യൂസുകാരൊന്നും ഇത് അറിഞ്ഞില്ല എന്നുള്ളത്. ആൻഡ് എനിക്ക് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ തിരുത്താം. എനിക്ക് തോന്നുന്നത് ടി സീരീസ് ആണ് ഏറ്റവും വലിയ ഒരു സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് ഉള്ളത്. പക്ഷെ അവരൊരു ജയൻറ്റ് MNC ആണ്. പിന്നെ അത് എനിക്ക് തോന്നുന്നൊരു ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ കാരിമിനാട്ടിയാണ്. പക്ഷേ KL ബിജു ബ്രോ കാരിമിനാട്ടിനെയും വെട്ടിച്ചു. അല്ലെങ്കിൽ അച്ചീവ്മെൻ്റ് അല്ലേ ഒരു യൂട്യൂബർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ പ്രൗഡാണ്. ഞാനിത് പറയുന്നതിൽ ഭയങ്കര സന്തോഷമാണ് എനിക്ക്. കാരണം കയറി വരുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇതിലും വലിയൊരു മോട്ടിവേഷൻ എന്ത് വേണം. നമ്മുടെ ബിജു ബ്രോ, KL ബിജു ബ്രോ അങ്ങേര് ഏഷ്യയിൽ, ഇനി അതും പോട്ടെ, ലോകത്തെ ഏറ്റവും അധികം വ്യൂസ് ഉള്ള ചാനലുകളിൽ വിക്കിപീഡിയ ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ലിസ്റ്റിൽ ഇന്ത്യയിൽ നിന്നുള്ള ഏക വ്യക്തിഗത ചാനലായ KL ബിജു ഋത്തിക് ബ്രോ ഇടം പിടിച്ചു. കഴിഞ്ഞ February 16 അപ്ഡേഷൻ നടന്നത്. അടുത്ത അപ്ഡേഷൻ ആകുമ്പോൾ ലോക പ്രശസ്ത പോപ്പ് ഗായിക ടൈലർ സ്വിഫ്റ്റ്, ജസ്റ്റിൻ ബീബർ എന്നിവരെ മറികടക്കും ഈ ചാനൽ. ടൈലർ സ്വിഫ്റ്റിനെയും ജസ്റ്റിൻ ബീബറിനെയും മറികടക്കുന്നത് നമ്മളുടെ KL ബിജു ബ്രോ. ഈ മനുഷ്യൻ എന്ത് മനുഷ്യനെന്ന് നിങ്ങൾക്ക് അറിയോ? ഞാൻ സീരിയസ് ആയിട്ട് പറയാം. കാരണം കിക്കിൻ്റെ ഒക്കെ പ്രോഗ്രാം, നമ്മുടെ കിക്ക് അതും ഭയങ്കര പ്രൗഡ് മൂമെൻറ്റ്. കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റീൻ്റെ മെമ്പറാണ്. ആൻഡ് വി ആർ വെരി പ്രൗഡ് ഫോർ ഹിം. ഇങ്ങനെ എത്രയും ഡൗൺ ടു എർത്ത് ഇങ്ങനെ നിങ്ങൾക്ക് KL ബ്രോൻ്റെ ഇൻ്റർവ്യൂസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇവൻറ്റിൽ പങ്കെടുക്കുമ്പോൾ ഇപ്പോൾ ഔട്ട്ഫിറ്റ് ബർത്തൊക്കെ പോയിട്ട് എല്ലാവരോടും ചോദിക്കുമ്പോൾ ഓബിയസ്ലി എല്ലാവരും അങ്ങനെ ആ ബർത്ത് പറയും. KL ബിജു ബ്രോ ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഈ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പുള്ള ചാനൽ ലിസ്റ്റിൽ ദ 5th നമ്പർ ഇങ്ങനെയാണ്. ഒരു ഇൻഡിവിജ്വൽ ചാനൽ ഫ്രം അവർ ഓൺ കേരള, മലയാളി. എനിക്കറിയില്ല ന്യൂസ് ചാനലുകളൊന്നും ഇതെന്തുകൊണ്ട് അറിഞ്ഞില്ല എന്ന്. ഇനി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ ന്യൂസ് ചാനലുമായിട്ട് ബന്ധപ്പെട്ടവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുക, ദയവ് ചെയ്ത് KL ബിജു ബ്രോൻ്റെ ഈ ഒരു അച്ചീവ്മെൻറ്റ് പുറത്ത് ഇനി ആളുകളിലേക്ക് എത്തിക്കുക. ടി സീരീസിനൊക്കെ അറൗണ്ട് ഒരു 200 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഞാൻ അഗെയിൻ പറയുന്നു, അവർ ഭയങ്കര ഒരു MNC ചാനലാണ്. അത് കഴിഞ്ഞാൽ ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സാണ് കാരിമിനാട്ടി, നിഗായിക, അട്ടാഹലി, ലിൻഡാർ എന്നൊക്കെ പറഞ്ഞ് കുറേ ആളുകളുണ്ട്. പക്ഷെ അവരെയും കാട്ടിയൊക്കെ മുകളിൽ ഇപ്പോൾ നമ്മളെ KL ബ്രോ ആണ്.
അതായത് ഒരു ഫാമിലി അവരുടെ ഒരു എന്താ പറയുക, യൂട്യൂബിലുള്ള ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്, കണ്ടൻറ് മാനേജ്മെൻറ്റ്, കണ്ടൻറ് ക്രിയേഷൻ, ദ വേ ദേ ക്രിയേറ്റ്, ഇത് ലോകത്തിലുള്ള എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തതിൻ്റെ, അത് റെക്കഗ്നൈസ് ചെയ്തതിൻ്റെ ഒരു റിവാർഡാണ്. പലരും ചോദിക്കും എങ്ങനെ ഇത് അച്ചീവായി, അല്ലെങ്കിൽ എന്തുകൊണ്ട് അച്ചീവ് ആയി. കൺസിസ്റ്റൻസി. KL ബിജു ബ്രോൻ്റെ ഒരു 7 മണി കഴിഞ്ഞ് ഒരു 7:02 7:03 ആകുമ്പോഴത്തേക്കും എനിക്ക് നോട്ടിഫിക്കേഷൻ വരും. അങ്ങനെ എനിക്ക് വന്നൊരു 3 വീഡിയോൻ്റെ ടൈമിംഗ് ഉണ്ടായിരിക്കും. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറ് ഈ ഒരു ടൈമിങ്, കാരണം ഞാൻ ഏകദേശം വീഡിയോ എടുക്കുന്ന സമയം എപ്പോഴാണ് അപ്പോൾ വരും അങ്ങേരെ നോട്ടിഫിക്കേഷൻ. ഇവിടെ കൺസിസ്റ്റൻ്റ് ആണ് അങ്ങേര്, ആൻഡ് അങ്ങേര് യൂസ് ചെയ്യുന്ന മെത്തേഡ്. ഓക്കെ, അതായത് നിങ്ങൾ യൂട്യൂബിൽ ഇപ്പോൾ ഒരു ഷോർട്സ് ഇടുകയെന്ന് വെച്ചോ, അപ്പോൾ ആ ടൈമിൽ നിങ്ങൾ നിങ്ങളുടെ ഇത് മ്യൂസിക് ആഡ് ചെയ്യേണ്ട സ്ഥലത്ത് പോയി നോക്കിയാൽ റെക്കമെൻഡഡും കാണാം, ടോപ്പ് സോങ്സും കാണാം. KL ബിജു ബ്രോൻ്റെ ടോപ്പ് സോങ്സിനകത്ത് നിന്ന് ഒരു സോങ്ങിനകത്ത് തന്നെ പല തീമിൽ അങ്ങേരുടെ വീഡിയോസ് വരും. ഒരു സോങ് ടോപ്പ് ലിസ്റ്റിൽ കിടക്കുന്ന ഒരു സോങ്ങിൽ പല തീമിൽ അങ്ങേരുടെ വരും, വീഡിയോസ് വരും, ഷോർട്സ്. അപ്പോൾ ഓബിയസ്ലി അത് യൂട്യൂബിൽ വരുന്നത് എങ്ങനെയാണ്? യൂട്യൂബ് എടുക്കുമ്പോൾ തന്നെ ടോപ്പ് ലിസ്റ്റഡ് ഓഡിയോനകത്ത് 2-3 വീഡിയോ ഓൾറെഡി പുഷായി പോകും. നിങ്ങൾക്കും ഇത് ചുമ്മാ ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണ്. പക്ഷേ എന്ത് വേണം? കണ്ടൻറ്റിന് സോളിഡായിട്ടുള്ള ഒരു ക്രിയേറ്റിവിറ്റി വേണം. അത് KL ബിജു ബ്രോൻ്റെ ഉണ്ട്. KL ബിജു ബ്രോൻ്റെ വൈഫും അമ്മയും കുട്ടിയും എല്ലാവരും കൂടിയായിട്ട് അവർ വേറൊരു വൈബിൽ സാധനങ്ങൾ, അതായത് ഇൻ്റർനാഷണലി ആക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ അവിടെ ഈ കൊച്ചു കേരളത്തിൽ ഇരുന്നിട്ട് അങ്ങേര് വീഡിയോ ചെയ്ത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ള ചാനലും ഏഷ്യയിലെ നമ്പർ 1 ഇൻഡിവിജ്വൽ ചാനലും കാരിമിനാട്ടിനൊക്കെ മലർത്തി അടിച്ച് സത്യം പറഞ്ഞ സന്തോഷമാണ്. ഞാൻ ഇതിന് മുമ്പ് KL ബിജു ബ്രോൻ്റെ 10 മില്യൺ അച്ചീവ്മെൻറ്റിൻ്റെ വീഡിയോ ഇട്ട ടൈമിൽ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ലൈഫ് ചേഞ്ചിങ് ആണ് മക്കളെ, സീരിയസ് ആയിട്ട് പറയാം, ചുമ്മാ പറയല്ല. പണ്ട് വീട്ടുകാരുടെ വണ്ടിയിലിരുന്ന് ഇങ്ങനെ യാത്ര ചെയ്യും, അവരൊപ്പം ഇങ്ങനെ ഓടിച്ചു പോവും. പെട്രോൾ ഡീസലും അടിക്കണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് തോണ്ടണം, ഇല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കിയ പൈസ ഇങ്ങനെ പിശുക്കി അടയ്ക്കണം. അപ്പം അതൊക്കെ മാറിയടി ഒരുപാട് ഈ സാധനം കൊണ്ട്. ലൈഫ് ഭയങ്കരമായിട്ട് ചേഞ്ചായി. ഇപ്പോഴും ഒരു ധൈര്യമുള്ളത് എന്താ അറിയോ, ഈ സാധനത്തിൽ നിന്ന് കിട്ടുകൂടി. നമ്മൾ ടൈമും നമ്മളെ കൺസിസ്റ്റൻസി നമ്മൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് സെറ്റിലാവും അവിടെ. അതിനനുസരിച്ച് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം KL ബിജു ബ്രോൻ്റെ അടുത്തുനിന്ന് അങ്ങേരെ എല്ലാവരെയും ട്രീറ്റ് ചെയ്യുന്ന വേയാണ്. ഹാറ്റ്സ് ഓഫ്. അത് അങ്ങേരെ പരിചയപ്പെട്ടവർക്കും അങ്ങേരോട് സംസാരിച്ചവർക്കും പറയും ഈ മനുഷ്യൻ മുത്താണ്. അതുകൊണ്ടാണ് ഇത് അച്ചീവ് ചെയ്തിട്ടുള്ളത്. ഒന്നും പറയാനില്ല. ഇത്രയും സന്തോഷത്തിൽ ഞാൻ ഈ അടുത്ത കാലത്തൊന്നും വീഡിയോ ചെയ്തിട്ടുണ്ടാവില്ല. സാധാരണ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു അലമ്പ് കോൺട്രവേഴ്സി കൊണ്ടിട്ടാവും വരവ്. ഇത് പറയാതെ പോകാൻ പറ്റില്ലടേ, ഇത് പറയാതെ പോകാൻ പറ്റില്ല. ഞാൻ ആരും പറഞ്ഞു കണ്ടില്ല, എനിക്ക് തോന്നുന്നു ആരും അറിഞ്ഞു കാണില്ല, അതുകൊണ്ടായിരിക്കും. എന്നാലും ഇനി അറിയട്ടെ, മലയാളികൾക്ക് ഇത്രയും പ്രൗഡായിട്ടുള്ളൊരു മനുഷ്യനും ഫാമിലിയും ലോകത്തിൻ്റെ മുന്നിൽ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന യൂട്യൂബിൽ ഇത്രയും മില്യൺ സബ്സ്ക്രൈബേഴ്സും ഇത്രയും കൂടുതൽ വ്യൂവർഷിപ്പ് കൗണ്ടുമായിട്ട് മുന്നിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലും വലിയൊരു അച്ചീവ്മെൻറ്റ് ഈ അടുത്ത കാലത്തൊന്നും ഒരാൾക്ക് കിട്ടാനില്ല. ഓക്കെ, അപ്പം ഞാൻ പറയാനുള്ളത്, നിങ്ങളും എന്ത് ചെയ്യുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടുക. ഈ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്താൽ, ഈ പ്ലാറ്റ്ഫോമിനകത്ത് നിങ്ങൾ കണ്ടൻറ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്താൽ, ഈ പ്ലാറ്റ്ഫോമിനകത്ത് നിങ്ങളെ ടൈം ഇൻവെസ്റ്റ് ചെയ്താൽ തിരിച്ച് നിങ്ങളെ ലൈഫ് ടൈം സെറ്റിൽമെൻറ്റ് ഈ സാധനം തരും. എല്ലാവർക്കും കയ്യിൽ മൊബൈലുണ്ട്. പാർട്ട് ടൈം ജോബ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് അന്വേഷിച്ച് നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കഴിവ്, ഇപ്പോൾ എൻ്റെ ഒരു കഴിവ് എന്ന് പറഞ്ഞാൽ നാക്ക് വെച്ച് വളന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അതിലൊരു മടിയില്ല. പറയുന്നത് ചിലപ്പോൾ പൊട്ട തെറ്റായിരിക്കാം, വേറൊരാൾക്ക് ചിലപ്പോൾ ഡൈജസ്റ്റ് ആവാത്ത കാര്യങ്ങളായിരിക്കാം. ബട്ട് ഐ വിൽ ടെൽ. ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ക്രിട്ടിസൈസ് ചെയ്യുന്നവരെന്നെ ക്രിട്ടിസൈസ് ചെയ്യും, ഇഷ്ടപ്പെടുന്നവരെന്നെ ഇഷ്ടപ്പെടും. കമോൺ, ഇതിനിപ്പോൾ എന്താ പ്രശ്നം? നമുക്കൊക്കെ ക്യാമറ ഉള്ള മൊബൈൽ ഫോണുണ്ട്. രാവിലെ രാത്രി എന്നില്ലാതെ നമുക്ക് വീഡിയോസ് എവിടെ നിന്ന് വേണമെങ്കിലും ഫുട്ടേജസ് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സ്വന്തം ടാലൻറ്റ് ഷോക്കേസ് ചെയ്യാം. എന്തായാലും നെറ്റ് പോകുന്നുണ്ട്, അപ്ലോഡ് ചെയ്ത് വിടുക. ലോകം കണ്ട് റെക്കഗ്നൈസ് ചെയ്താൽ കാശ് വരൂടെ, റെക്കഗ്നൈസ്ഡ് ആവൂടെ, ലൈഫ് സെറ്റാവും. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും KL ബിജു ബ്രോ, ഹാറ്റ്സ് ഓഫ് ഇങ്ങനൊരു അച്ചീവ്മെൻറ്റിന്. മലയാളികൾ ഒന്നടങ്കം
നിങ്ങളെ എന്താ പറയുക ഭയങ്കര സന്തോഷത്തോടു കൂടി ഏറ്റെടുത്ത് കഴിഞ്ഞു. ഓൾറെഡി ലോകം മൊത്തം നിങ്ങളെ ഏറ്റെടുത്ത് കഴിഞ്ഞു. ഒന്നും പറയാനില്ല, ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമ്മളെ ഇടയിൽ നിന്ന് ഒരാൾ, യൂട്യൂബേഴ്സിന് ഇടയിൽ നിന്ന് ഒരാൾ ഈ അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് ഭീകരമാണ്, ഭീകരം.